ജൂൺ 5 ഇന്നലെയെന്നെങ്കിലും ഞങ്ങളെ സേവനവാരം ഇന്നേന്നു കേട്ടോ. അനീഷേട്ടൻ പറഞ്ഞു പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളിലൊക്കെ അകത്തൊക്കെ ഒന്ന് മറല തട്ടിയൊക്കെ വൃത്തിയാക്കാമെന്ന് കേട്ടോ. അതിനങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ കയറണമെങ്കിൽ വൈകുന്നേരം ആവേ. രാവിലെ 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ്. ഇന്ന് ഒരു 5:30 ആയിന് കുളിച്ച് കയറിയപ്പെട്ടോ. അപ്പോൾ മാറാല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ടെങ്കിലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പെണ്ണുങ്ങൾ തട്ടിയാൽ മാറാല വീണ്ടും വീണ്ടും ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഞാൻ തട്ടിയാൽ പെട്ടെന്ന് തന്നെ മാറാല ഉണ്ടാവും കേട്ടോ. അപ്പോൾ കസാരയൊക്കെ എന്തിനാണ് പുറത്തേക്ക് ഇടണമെന്ന് നിങ്ങൾ വിചാരിക്കും. കസാരേൻ്റെ കുഷനൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ആരെങ്കിലും ഇരുന്ന് അന്നേരം വീണോ എന്ന കോലത്തിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് കണ്ടില്ല, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കൊഴിഞ്ഞുണ്ട്. അതിൻ്റെ അടിയിലുള്ള പലകയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അനിഷേട്ടൻ തന്നെ റെഡിയാക്കി പറഞ്ഞിട്ട് മുറ്റത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് അനിഷേട്ടൻ എന്താ പോർച്ചിൽ അനിഷേട്ടൻ്റെ പണിസാധനങ്ങൾ കുറേ ഉണ്ട്. അതൊക്കെ അനിഷേട്ടൻ ക്ലീൻ ആക്കി പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നിത്തുട്ടൻ്റെ ടോയ്സാണ് നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഓനോട് തന്നെ പറഞ്ഞ് ഓന് തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ താഴത്തെ റൂമിൽ നിന്നാണ് കേട്ടോ തുടങ്ങിയത്. മുകളിൽ പിന്നെ ഞങ്ങളെ റൂം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നാക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കിടക്കാൻ മാത്രമല്ല റൂമിലേക്ക് പോകുള്ളൂ. അപ്പോൾ അവിടെ അധികം റെഡിയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് താഴത്തൊക്കെ നന്നാക്കിയിട്ട് പിന്നെ ഒരു ദിവസം മുകളിൽ നന്നാക്കുക വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ഇത് നിത്തൂട്ടം ഇവിടെ ടി വി കണ്ടിരിക്കുന്ന റൂമാണ്. അവൻ്റെ സാധനങ്ങളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഇതാ ഈ അലമാരയിൽ കുറേ തുണിയുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക വിചാരിച്ചിട്ട്. എങ്ങനെ മടക്കി വെച്ചാലും നിങ്ങൾക്ക് അറിയാമല്ലോ, അലമാരത്തെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ. നമ്മൾ 2 ദിവസം ഒന്ന് മടക്കി വെച്ചിട്ട് 3-ാമത്തെ ദിവസം നമ്മളൊരു ഡ്രസ്സ് കാണൂല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വലിച്ചെടുക്കും മൊത്തം അലങ്കോലോ. അപ്പോൾ ഇതാ ഈ ഒരു അലമാരയിൽ തുണി മാത്രമല്ല കേട്ടോ, വേറെ കുറേ കാര്യങ്ങളും ബുക്കും കാര്യങ്ങളും പിന്നെ നിത്തൂട്ടൻ്റെ കുറേ ടോയ്സും ഇതിൻ്റെ കുറേ സാധനങ്ങളും അത് നന്നാക്കിയോണ്ടിരിക്കണേൻ്റെ ഇടയിലാണ്ടൊക്കെ നിത്തൂട്ടൻ്റെ ഒരു ഹെഡ്ഫോൺ കിട്ടി. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ ചെവിയിൽ വെച്ച് വെറുതെ അങ്ങനെ പാട്ട് കേൾക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിച്ചു നോക്കിട്ടോ. ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നേരമ്പൊക്കെ ഓരോന്ന് കിട്ടുമല്ലോ. നിത്തോട്ട് ഇതാ അവൻ്റെ ടോയ്സൊക്കെ നല്ലോണം ക്ലീൻ ആക്കേണ്ട, നല്ല നനച്ചെടുത്തുണ്ട് തുണി. അപ്പോൾ ഇതാ കണ്ടില്ല, നമ്മൾ അലമാര നന്നാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള വേസ്റ്റുകളാണ്. വേസ്റ്റ് എന്ന് പറയാനില്ല, ഓരോ വേണ്ടാത്ത പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഓരോ പ്രാവശ്യം തട്ടുമ്പോൾ ഓരോന്ന് ഒഴിവാക്കും. എത്ര ഒഴിവാക്കിയാലും ബാക്കി പിന്നെയും സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിത്തോട്ട് ഒരു ബലൂണും കൊണ്ടുവന്നിട്ടോ. അവൻ്റെ പിറന്നാളിനെന്നോ വാങ്ങി വെച്ചിരുന്ന ബലൂണാണ്. അപ്പോൾ കുറേയൊക്കെ കേടായിട്ട് അത് കൊണ്ടുവന്ന് എനിക്ക് ഈ ബലൂൺ വീർപ്പിക്കാൻ തന്നെ ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കും. അവൻ്റെ ഇടയിൽ അതിൻ്റെ കാറ്റ് പോകും, വീണ്ടും അവനെ നിറയ്ക്കാൻ പറയാം. അങ്ങനെ അത് ഒരു വിധത്തിൽ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഇതൊക്കെ ഇതാ ഒരു റൂമത്തെ വേസ്റ്റുകളുണ്ട്. വേസ്റ്റ് എന്നല്ല, നിത്തോട്ടൻ്റെ പൊട്ടിയ കളിപ്പാട്ടങ്ങളും പഴയ കീറിയ ബുക്കുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അനിഷേട്ടൻ്റെ അലൂമിനിയം വേസ്റ്റുകളൊക്കെ ഇതാക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നിത്തോട്ടന് വേറൊരു പണി കൊടുത്തേ. അതായത് ചെരുപ്പുകളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടം. കുറേ ദിവസമായി പറഞ്ഞു ഞാൻ ക്ലീൻ ആക്കിക്കോളാം, അതിനുള്ളൊരു ലിക്വിഡ് ഞാൻ വാങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ ക്ലീൻ ആക്കിക്കോളാണ്. അപ്പോൾ എന്തായാലും ഓൻ നല്ല വൃത്തിയിലൊക്കെ ചെയ്തിട്ടുണ്ടോ. ഓന് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ നല്ല ഇഷ്ടം കേട്ടോ. കുറേ വെള്ളം എടുത്ത് പിന്നെ മുറ്റമാകെ കോളാക്കിയാണ് നല്ല ഒരു പ്രശ്നമില്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ നല്ല വൃത്തിയിൽ നല്ല ചെരുപ്പുകളൊക്കെ നല്ല വൃത്തിയാക്കി തേച്ച് മെഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആൺകുട്ടികളെ കൊണ്ട് അതൊന്നും എടുപ്പിക്കരുത് വിചാരിച്ചിട്ട് ഓരോ മാറ്റി നിർത്തരുത്. നമ്മൾ എന്ത് പണി എടുക്കുകയാണെങ്കിലും അതിൽ ആൺകുട്ടികളും കൂടി അവർ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആരെയായാലും നമ്മൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരും കൂടിയും നിർത്തണം. അപ്പോൾ അനീഷയുടെ അതാ പോർച്ചൊക്കെ ക്ലീനാക്കി സാധനങ്ങളൊക്കെ ഒഴിവാക്കി പോർച്ച് നന്നായിട്ട് പിന്നെ വെള്ളമടിച്ച് കഴുകുകയാണ് കേട്ടോ. കുറേ ചണ്ടിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതാ മണ്ണ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഒഴിവാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ തുടയ്ക്കാൻ പോയിട്ടോ. അതൊക്കെ നന്നായിട്ട് തുടച്ച് മാറാലൊക്കെ തട്ടിയല്ല ഡെയിലി തുടയ്ക്കലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാറാലൊക്കെ തട്ടിക്കൊണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് തുടച്ച് ഒക്കെ കഴിഞ്ഞ് ഇനി കുളിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സന്തോഷം കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കിടത്തുണ്ട്, അതാലോചിച്ചിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. അമ്മ അത് മുത്താറി ഉണക്കിയിട്ട് ഇപ്പോൾ മഴ ചാറും വിചാരിച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അത് മേശമ കൊണ്ടുപോയി വിരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ നമ്മളത് തീരാനായത്. രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് തിന്നിന്ന്, വേറെ ഒന്നും തിന്നില്ല, വിശക്കണുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതാണ്. നീത്തോട്ടനും ഞാനും കൂടി റൂമിൽ വന്നിരുന്നു. അവൻ്റെ ടോയ്സൊക്കെ ഓൻ്റെ അലമാരയിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓൻ്റെ അലമാരയിലൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കാനുണ്ട്. കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ ഉള്ളതൊക്കെ അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.